ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ബിസ്മിക്ക് ചെല്ലോട്ടെ, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 2 ക്യാരറ്റും ഒരു റോബസ്റ്റ പഴം വെച്ചിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ് ചെയ്യുന്നത്. എങ്ങനെയും നോക്കാം. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പി ആട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനായിട്ട് നമുക്ക് ഈ എടുത്തിട്ടുള്ള റോബസ്റ്റ പഴം നമുക്ക് തോലൊക്കെ കളഞ്ഞൊന്ന് കട്ട് ചെയ്ത് വെക്കാം. വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ കാണുമ്പോൾ തന്നെ ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കരുത് കേട്ടോ. നിങ്ങളുടെ ലൈക്ക് ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് എല്ലാവരും ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കരുത് കേട്ടോ. വീഡിയോ കാണുമ്പോൾ തന്നെ ഒരു ലൈക്ക് ചെയ്തേക്ക് കേട്ടോ. അപ്പോൾ ഈ റോബസ്റ്റ പഴത്തിൻ്റെ തോലൊക്കെ കളഞ്ഞെന്ന് എടുത്തിട്ടുണ്ട്. ഇതൊന്ന് നമുക്കൊന്ന് വട്ടത്തിൽ കട്ട് ചെയ്ത് ഇവിടെ മാറ്റി വയ്ക്കാം. ഇതേ ഞാൻ എടുത്തിട്ടുള്ള ക്യാരറ്റ് കണ്ടില്ലേ, ഒരു മീഡിയം വലിപ്പമുള്ള ക്യാരറ്റ്. ആ 2 ക്യാരറ്റ് എടുക്കുമ്പോഴാണ് ഒരു റോബസ്റ്റ പഴം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ റോബസ്റ്റ പഴം തന്നെ വേണമെന്നില്ല, ചെറുപഴമാണെങ്കിലും മതി. അതിപ്പോൾ ഞാലിപ്പൂവൻ പഴമോ മൈസൂർ പഴമോ ഏത് പഴമാണെങ്കിലും മതി. അങ്ങനെയാണെങ്കിൽ അങ്ങനത്തെ ചെറുപഴം എടുക്കുകയാണെങ്കിൽ 2 എടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ക്യാരറ്റിൻ്റെ ആ പുറത്തെ തോലൊക്കെ കളഞ്ഞെടുത്തിട്ടുള്ളതാണ് കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഈ രീതിയിലൊന്ന് ഗ്രേറ്റ് ചെയ്ത് രണ്ടും നമുക്ക് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ 2 ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു നേരത്തെ ഭക്ഷണമായിട്ട് ഉപയോഗിക്കാം. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ കുട്ടികൾ സ്കൂളിൽ വരുന്ന സമയത്ത് വൈകുന്നേരത്തോ കൊടുത്താൽ നല്ല എനർജറ്റിക് ആയിരിക്കും. അപ്പോൾ ഈ ഒരു ക്യാരറ്റ് നമ്മളിതുപോലെ ചിരകിയെടുത്തത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ചിരകിയെടുത്തത് എന്തിനാന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്നൊന്ന് അരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ എൻ്റെ മിക്സിയിൽ എല്ലാം കട്ട് ചെയ്ത് കട്ടയായിട്ട് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അരയാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചിരകിയിട്ടത്. അപ്പോൾ ഇനി ഇതിലേക്ക് 250 ml കപ്പിൽ 1 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഞാൻ അരച്ചിട്ട് നോക്കിയിട്ട് നമുക്ക് 1 കപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ഇതിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ആണ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ 250 ml കപ്പിൽ 2 കപ്പ് വെള്ളമാണ് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് ഇത് അരച്ചു കൊടുത്തിട്ടുള്ളത്. 1 കപ്പ് ചേർത്ത് അരച്ചു, അപ്പോൾ കുറച്ച് അരയാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ 1 കപ്പ് കൂടെ ചേർത്ത് കൊടുത്തിരുന്നു കേട്ടോ. എന്നിട്ട് ഇത് നമുക്കൊന്ന് അരിച്ചെടുക്കാം. ഇതുപോലെ ഒരു അരിപ്പ വെച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് അരിച്ചൊഴിക്കാം. അപ്പോൾ ഇതിലേക്ക് ചെറുപഴമോ റോബസ്റ്റ പഴമോ എടുക്കുക കേട്ടോ. നേന്ത്രപ്പഴം എടുക്കണ്ട. നേന്ത്രപ്പഴം എടുത്താൽ ഒരുപാട് കട്ടിയായി പോകും. അപ്പോൾ റോബസ്റ്റ പഴം എടുക്കുക, അല്ലെങ്കിൽ ചെറുപഴം ഏത് വേണമെങ്കിലും എടുക്കാവുന്നതുമാണ്. അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കാം കേട്ടോ. ഇതെന്താ പറയുക, നന്നായിട്ടൊന്ന് ഞെക്കി കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് ഇതിൻ്റെ ഉള്ളിലെ ജ്യൂസൊക്കെ പുറത്തേക്ക് വരും കേട്ടോ. ഈ അരച്ചതിലാണെങ്കിലും ആ ചണ്ടിയിൽ ഇങ്ങോട്ട് നല്ല ജ്യൂസ് ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് ഞെക്കി കൊടുത്തു കഴിഞ്ഞാൽ ആ ജ്യൂസ് എല്ലാം പുറത്തേക്ക് വരും. അങ്ങനെ നമുക്കിത് നന്നായിട്ട് ഇതൊന്ന് പിഴിഞ്ഞെടുക്കാം കേട്ടോ. ഇതുപോലെ ഒരു സ്പാച്ചില വിട്ടു ഇതുപോലെ ഞെക്കി കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഫുള്ള് ജ്യൂസ് നമുക്ക് എടുക്കാൻ പറ്റും. കണ്ടോ, നന്നായിട്ട് ഇത് ഞാനൊന്ന് ഇതുപോലെ ഒന്ന് പിഴിഞ്ഞെടുക്കുന്നുണ്ട്. ഇത് മതി. ഇനി നമുക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ ഇതുപോലെ മിക്സിയുടെ ജാറ്, നമ്മൾ അരച്ച മിക്സിയുടെ ജാറ് തന്നെ എടുക്കുക. അത് കൈകണ്ടൊന്നും ആവശ്യമില്ല. അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ ഇവിടെ അരിച്ചെടുത്തിട്ടുള്ള നമ്മുടെ ക്യാരറ്റിൻ്റെ ജ്യൂസ് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിൽ നമ്മളിവിടെ കട്ടാക്കി വെച്ചിട്ടുള്ള നമ്മുടെ റോബസ്റ്റ പഴം കൂടി ചേർത്ത് കൊടുക്കുക. ഇനി നമ്മളിതിലേക്ക് മധുരത്തിനായിട്ട് ഷുഗറൊന്നും ആഡ് ചെയ്യുന്നില്ല. ഇതിലേക്ക് ഈത്തപ്പഴമാണ് എടുത്തിട്ടുള്ളത്. 6 ഈത്തപ്പഴം എടുത്തിട്ടുണ്ടായിരുന്നു. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈത്തപ്പഴമാണ് കേട്ടോ. നേടിത്തിരിക്കുന്ന നല്ല കട്ടിയുള്ള വല്ല ഈത്തപ്പഴം ആണെങ്കിൽ കുറച്ച് നേരം ഒന്ന് ചൂടുവെള്ളത്തിലിടുക. ഒരു 10 മിനിറ്റ് ചൂടുവെള്ളത്തിലിട്ടാൽ തന്നെ നന്നായിട്ട് അരിഞ്ഞു വന്നോളൂ കേട്ടോ. എന്നിട്ട് ചൂട് മാറിയിട്ട് വേണം അരക്കാൻ വേണ്ടി ഇട്ട് കൊടുക്കാൻ കേട്ടോ. എന്നിട്ട് അല്പം വെള്ളത്തിലിട്ടാൽ മതി. എന്നിട്ട് ആ വെള്ളത്തോടുക്ക് തന്നെ ചേർത്ത് കൊടുക്കുകയും ചെയ്യാം. ചൂട് മാറണം കേട്ടോ വെള്ളത്തിൻ്റെ, അത് ശ്രദ്ധിക്കുക ചൂടുവെള്ളത്തിൽ ഇടുകയാണെങ്കിൽ. ഇതെല്ലാം പാട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു രീതിയിലാണ് ജ്യൂസ് ഉണ്ടാവുക കേട്ടോ. ഒന്ന് കുടിച്ച് നോക്കാം. ഈത്തപ്പഴത്തിൻ്റെ മധുരം മാത്രമേ ഉള്ളൂ. നല്ല സൂപ്പർ ടേസ്റ്റാണ്. നല്ലൊരു എനർജറ്റിക് ആയിട്ടുള്ള നല്ലൊരു അടിപൊളി ജ്യൂസാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരു ഗ്ലാസ്സിലേക്ക് ഞാൻ സെർവ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് രാവിലെ കുട്ടികൾ ചായക്കടി ഒന്നും കഴിക്കാതെ പോകുന്ന കുട്ടികളുണ്ടാവില്ലേ, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ദോശ, ഒരു പകുതി ചപ്പാത്തി ഇങ്ങനെയൊക്കെ കഴിക്കുന്ന കുട്ടികളുണ്ടാവും. അങ്ങനത്തെ കുട്ടികൾക്കൊക്കെ രാവിലെ ഇതൊന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ, ഒരു ഗ്ലാസ് നിറച്ചിങ്ങനെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ വയറും നിറയും,
അവരുടെ മനസ്സും നിറയും, നല്ല സന്തോഷമായിരിക്കും, നല്ലൊരു ഉന്മേഷവും നല്ലൊരു എനർജറ്റിക്കും ആയിരിക്കും കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇങ്ങനെ ആരെങ്കിലും റെഡിയാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് അഭിപ്രായം അറിയിക്കാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും എന്തായാലും അറിയിക്കൊണ്ടു കേട്ടോ. എൻ്റെ വിസ്മി കിച്ചൺ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നതിൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്തിരുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ മാത്രമേ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് കറക്റ്റായിട്ട് എത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് എത്തുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.